ഹായ് ഹലോ. എൻ്റെ കൂട്ടുകാർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? എൻ്റെ കൂട്ടുകാർക്ക് എന്താണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ്? കുറേ ദിവസമായില്ലേ നമ്മൾ എന്താ ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ ചോദിച്ചിട്ട്, ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചിനെ പറ്റിയൊക്കെ സംസാരിച്ചിട്ട് കുറേ ദിവസമായില്ലേ. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തുകൊണ്ട് വന്നത് കേട്ടോ. അപ്പോൾ എനിക്കിന്ന് ഇഡ്ഡലിയാണ്. ഞാൻ 2 ഇഡ്ഡലി എടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി എടുക്കും കേട്ടോ. ഞങ്ങളെ കാണാതെ കഴിക്കുമെന്നൊക്കെ പറയത്തില്ലേ, അതുകൊണ്ടാണ് ഇപ്പോഴേ പറഞ്ഞത് 2 എടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ച് ഇഡ്ഡലി ഇരിപ്പുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ചമ്മന്തിയാണ് കേട്ടോ. ഞാൻ ഇന്നൊരു പുതിയൊരു ചമ്മന്തി ട്രൈ ചെയ്ത ഒരു വീഡിയോ കണ്ടിട്ട് ചെയ്ത കേട്ടോ. പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കാണെങ്കിൽ ഈ ഉടുപ്പി സ്റ്റൈല് ചമ്മന്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിപ്പോഴും ഉടുപ്പി ഹോട്ടലിൽ പോയിട്ട് ഇഡ്ഡലി സാമ്പാറും പിന്നെ വട ചമ്മന്തിയൊക്കെ കഴിക്കുന്ന സമയത്ത് അവിടുത്തെ ആ ഒരു ചമ്മന്തി എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഞാൻ കണ്ടു. ഞാൻ വെച്ചാൽ എന്നാൽ ശരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ചമ്മന്തി ട്രൈ ചെയ്തു. ആക്ച്വലി ഞാൻ അന്നേരം ടേസ്റ്റ് നമ്മൾ ഉപ്പുണ്ടോ നോക്കുമല്ലോ, അപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതിനെക്കാട്ടിലൊക്കെ എൻ്റെ ചെക്കന്മാർ റിവ്യൂ ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. എൻ്റെ മൂത്ത മോൻ അങ്ങനെ പെട്ടെന്നൊന്നും ഒരു കാര്യം പറയുന്നത്, എന്താ അമ്മ ഇന്ന് ചമ്മന്തി മാത്രം ഒരു സ്പെഷ്യലായിട്ടുണ്ടല്ലോ, ഒരു വെറൈറ്റി ആയിട്ടുണ്ടല്ലോ, നല്ല ടേസ്റ്റ് ഉണ്ട്, ചമ്മന്തി ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന് എൻ്റെ മൂത്ത മോൻ പറഞ്ഞു. ഓക്കെ, അപ്പം ബിരിക്കുട്ടനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിനെപ്പറ്റി പിന്നെ റിവ്യൂ പറയാതിരുന്നാൽ ശരിയാവത്തില്ലല്ലോ. അപ്പോൾ അതും ഒരു എന്താ പറയുന്നത് പോസിറ്റീവ് ഇതായിട്ട് എടുത്തു ഞാൻ. ഇഡ്ഡലിയുടെ കൂടെ സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അപ്പം എൻ്റെ കൂട്ടുകാർ വിഷമിക്കേണ്ട, ഞാൻ ഇതിൻ്റെ റെസിപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഇഡ്ഡലി ഒന്ന് കഴിക്കട്ടെ. ഇഡ്ഡലി സാമ്പാർ ചമ്മന്തിയൊക്കെ ഞാനൊന്ന് കഴിക്കട്ടെ. ആ നേരത്തിന് എൻ്റെ കൂട്ടുകാർ പോയിട്ട് എൻ്റെ ചമ്മന്തിയുടെ റെസിപ്പി കണ്ടിട്ടോ. അപ്പം ഞാൻ ഈ ഇഡ്ഡലി ഒന്ന് കഴിക്കാം. അപ്പം എൻ്റെ കൂട്ടുകാർ മറക്കാതെ എന്താ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം കണ്ടിട്ടോ. അതിനുവേണ്ടി പാൻ അടുപ്പ് വെച്ച് ഇതിലേക്ക് ഞാൻ എൻ്റെ കൈക്ക് ഒരു പിടി പൊട്ടുകടല, ഒരു പിടി കപ്പലണ്ടി, അത് കുറഞ്ഞു പോയെന്ന് തോന്നിയതുകൊണ്ട് പിന്നെ അതേ അളവിൽ പിന്നെ ഞാൻ ഒരു പ്രാവശ്യം കൊണ്ട് ഇട്ട് കേട്ടോ. അതുകൊണ്ട് എൻ്റെ കൂട്ടുകാർ എടുക്കുമ്പോൾ 2 സെയിം അളവിന് എടുത്താൽ മതി കേട്ടോ. കണ്ടല്ലോ, അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതേ പാനിലേക്ക് തന്നെ ഒരല്പം എണ്ണ ഒഴിച്ചു. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. എന്നിട്ട് എരിവിന് 4-5 പച്ചമുളക്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ ഒരു 3-4 അതിൽ കറിവേപ്പില, ഇത് ഇത്രയും കൂടെ ഫ്രൈ ആയിട്ട് അതും കൂടെ ആ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ചെറിയൊരു കഷ്ണം പുളി, അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് തേങ്ങ, ആവശ്യത്തിന് ഉപ്പ്, ഇത് ഇത്രയും കൂടെ ആദ്യം ഒന്ന് ചതച്ചുകൊണ്ട് വരാം. അതിനുശേഷം ഇതിലേക്കാണെന്നുണ്ടെങ്കിൽ കൈക്ക് ഒരു പിടി മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം. അപ്പോൾ ആക്ച്വലി ഇത് ഒരുപാട് വെള്ളം പോലെ ഞാൻ അരയ്ക്കുന്നില്ല, ഒരു മീഡിയം പരുവത്തിലാണ് അരച്ചെടുക്കുന്നത്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതേ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ഞാൻ ഒരല്പം വെള്ളം കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തു. നിങ്ങൾക്ക് എത്ര വെള്ളം വേണം അതിനനുസരിച്ചിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതേ പാൻ അടപ്പിലോട്ട് വെച്ച് ഇതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അതിലേക്ക് അന്നൊരു 1/4 ടീസ്പൂൺ കടുക് ഇട്ടു. അത് കഴിഞ്ഞ് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഫ്രൈ ചെയ്തിട്ട് അതും കൂടി ചമ്മന്തിയുടെ കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുക. ആഹാ, എത്ര നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എല്ലാത്തിനും നല്ല കോമ്പിനേഷൻ കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ട് എൻ്റെ കൂട്ടുകാരല്ലേ, സൂപ്പറല്ലേ ചമ്മന്തി, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി കേട്ടോ. എനിക്ക് ഇഡ്ഡലി കഴിക്കുമ്പോഴേ ഇഡ്ഡലി സാമ്പാർ ചമ്മന്തിയും കൂടി ഇങ്ങനെ നന്നായിട്ട് കുഴച്ച് മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴാണ് എനിക്കിഷ്ടം. ചില ആൾക്കാർക്ക് അങ്ങനെ സ്പൂണിൽ കോരി തിന്നുന്നതാണ്, പക്ഷേ എനിക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കണം. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ചമ്മന്തി ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് ഇന്നത്തത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ അതിൻ്റെ പേര്. അപ്പോൾ നമ്മൾ ഉടനെ തന്നെ അടുത്ത വീട്ടിൽ വീണ്ടും കാണുമ്പോൾ ടേക്ക് കെയർ, ബൈ, സീ യു.